ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഡിഗ്രി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 6 ദിവസത്തെ കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റുഡൻസ് പോർട്ടൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് സൈനപ്പ് ചെയ്യുക. എങ്ങനെ സൈനപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ പോവുക. സ്റ്റുഡൻസ് പോർട്ടലിൽ പോയതിൻ്റെ ശേഷം രജിസ്റ്റർ നമ്പർ അടിക്കുക. ആ രജിസ്റ്റർ നമ്പർ അടിക്കാനുള്ള കോളത്തിൽ രജിസ്റ്റർ നമ്പർ അടിക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ദെൻ നിങ്ങളുടെ ഇമെയിൽ ID കൺഫേം ചെയ്യുക. ഇമെയിൽ ID അടിക്കുക. അപ്പോൾ ഇമെയിലിലേക്കും ഒരു OTP വരും. ചിലപ്പോൾ ഇമെയിലിലേക്ക് OTP വരാൻ കുറച്ച് ഡിലേ വരും. അങ്ങനെ പല കുട്ടികളും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ഇമെയിലിലേക്ക് 2 OTP വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഇമെയിലിലേക്കും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലേക്ക് വന്ന അതേ OTP തന്നെ അവിടെ ഇമെയിൽ എടുക്കുന്നുണ്ടാവും. അത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ രണ്ടും OTP വ്യത്യാസം ഉണ്ടാവും. മൊബൈൽ നമ്പറിലേക്ക് വന്ന OTPയും ഇമെയിലിലേക്ക് വന്ന OTPയും വ്യത്യാസം ഉണ്ടാവും. ഇമെയിലിലേക്ക് വരാൻ കുറച്ച് ഡിലേ വരുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ OTP വരും മെയിലിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ നമ്പറിലേക്ക് വന്ന OTPയും ഇമെയിലിലേക്ക് വന്ന OTPയും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടിക്ക് വരും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ശേഷം പാസ്വേഡ് അടിക്കുക. ആ പാസ്വേഡ് കൺഫേം ചെയ്യാനുണ്ടാകും. കൺഫർമേഷൻ കൊടുത്തതിൻ്റെ ശേഷം അപ്പോൾ എന്തായി, സൈനപ്പായി. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ആ സ്റ്റുഡൻസ് പോർട്ടലിൽ തന്നെ എന്തുണ്ടാവും, സൈൻ ഇൻ ഉണ്ടാവും. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം സൈൻ ഇൻ ചെയ്യുക. ഇമെയിൽ IDയും പാസ്വേഡും നിങ്ങൾ കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും പേരും അതൊക്കെ ഉള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ എക്സാം രജിസ്ട്രേഷൻ, ഹാൾ ടിക്കറ്റ്, എക്സാം റിസൾട്ട്, റിവാലുവേഷന്, അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാം സൈഡിലായിട്ട്. അപ്പോൾ ഈ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഫോട്ടോയും അതേപോലെ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാകും. അപ്പോൾ അതിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അതിലെന്ത് ചെയ്യുക, അവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും. അപ്പോൾ ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇതിലാണ് ഈ സീൽ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ PDF നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഈ PDFൽ എന്തുണ്ടാവും, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാകും, അതേപോലെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, സെൻറ്ററിൻ്റെ പേര്, സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ, ചിലപ്പോൾ ഇനി സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ഉണ്ടാവില്ല. അതേപോലെ പ്രോഗ്രാം നെയിം, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എങ്കിലും നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ ഇതെല്ലാം ഉണ്ടാകും. ഇത് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഫോട്ടോ ഉണ്ടാകും. ഓക്കെ, ദെൻ അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 6 days of CUSSP വർക്ക് ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം ഡാഷ് ടു ഡാഷ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫില്ല് ചെയ്യുക. എവിടെയാണോ നിങ്ങൾ ആ ഒരു 6 ദിവസത്തെ ആ ഒരു സർവീസ് ചെയ്തത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്. ഓക്കെ, ആൻഡ് സബ്മിറ്റഡ് ദ റെക്കോർഡ് ഇൻ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് Bcom പ്രോഗ്രാം അണ്ടർ ഡിസ്റ്റൻസ് മോഡ്. ദെൻ ഓഫീസിൽ എവിടെ നിന്നാണോ നിങ്ങൾ സർവീസ് ചെയ്ത അവിടെ സിഗ്നേച്ചർ, നെയിം, ഡെസിഗ്നേഷൻ ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി, ഓക്കെ, ഡേറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ എന്താ പറയുക CSSൻ്റെ കമ്പൽസറി സോഷ്യൽ സർവീസിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. ഇതിലാണ് സൈൻ മേടിക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കുക, പ്രിൻ്റ് എടുത്തതിൻ്റെ ശേഷം ഫില്ല് ചെയ്യുക, ആ കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സൈനും സീലൊക്കെ മേടിച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലോഡ് എങ്ങനെ ചെയ്യുക, അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ ചൂസ് ചെയ്യുക. ഓക്കെ, ഫയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീരീഡ് ഓഫ് സർവീസ് കൊടുക്കുക. എവിടെ മുതൽ, എന്ന് മുതലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റിൽ പീരീഡ് ഓഫ് സർവീസ് അതിൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ പീരീഡ് ഓഫ് സർവീസ് ഡാഷ് ഡേറ്റ് മുതൽ ഡാഷ് ഡേറ്റ് വരെ, ഓക്കെ, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ. സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണ്, ഏത് അതോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്, അതും അവിടെ എഴുതാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡായി. അപ്പോൾ മെയ് 30 അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പലരുടെയും കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രജിസ്ട്രേഷന് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്ത ഫോൺ നമ്പറും ഇപ്പോഴുള്ള ഫോൺ നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ ആ നമ്പറല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിലേക്ക് OTP വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ആ നമ്പർ ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അതിൻ്റേതായിട്ടുള്ള നടപടി ചെയ്തു തരും. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യാം. പിന്നെ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ ഇമെയിലിലേക്ക്, എന്ന് വെച്ചാൽ സെയിം OTP തന്നെയാണ്, OTP വരുന്നില്ല. അപ്പോൾ വന്ന OTP അത് ശരിയാവുന്നില്ല, അടിക്കുമ്പോൾ അത് ഗ്രീൻ ടിക്ക് വരുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെയാണ് പിന്നെ ഉള്ളത്. അതിൻ്റെ റീസൺ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇമെയിലിലേക്ക് OTP വരുമ്പോൾ കുറച്ച് ഡിലേ വരും. അപ്പോൾ മൊബൈലിലേക്ക് വന്ന OTP അവിടെ മുകളിൽ കിടക്കുന്നുണ്ടാകും, അത് തന്നെ അടിക്കരുത്. കുറച്ച് നേരം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു OTP വരും. അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്ക് അടിച്ച് ഒരു വട്ടം കൂടി മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, അവിടെ പുതിയൊരു OTP വന്ന് കിടക്കുന്നുണ്ടാകും. അതാണ് ഇമെയിലിലേക്കുള്ള OTP, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള OTP ആയിട്ട് അടിക്കേണ്ടത്. അപ്പോൾ അതാണ് മറ്റ് ഡൗട്ട് ചോദിച്ചു വന്നത്. പിന്നെ പറയുന്നത് ഈ ഫോർമാറ്റ് തന്നെ വേണോ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഫോട്ടോ ഇതൊക്കെ ഉള്ള ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫോർമാറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് തന്നെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, അതിൻ്റെ റീപ്ലൈ മാക്സിമം തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.